ഇനി മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. പുണ്യമാസമായ റമദാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് നാളെ റമദാൻ 1 ഒരു മാസക്കാലം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടത് തലയോട്ടി തകർന്നെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പരിക്ക് കട്ടിയുള്ള ആയുധം കൊണ്ടുള്ള അടിയിൽ നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. ആക്രമണത്തിന് മുൻപും ശേഷവും കുട്ടികൾ നടത്തിയ കൊലവിളി സന്ദേശം പുറത്ത്. ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. പിന്നെയും വിദ്യാർത്ഥി സംഘർഷം ആസൂത്രണം ചെയ്തത് സംഘം 57 എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിലൂടെ. കൊലക്കുറ്റം ചുമത്തി 5 വിദ്യാർത്ഥികളെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. ഷഹബാസിന് കണ്ണീരോടെ വിട നൽകി നാട്. പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മൂക്കിന്റെ പാലം അടിച്ചു തകർത്തു. പരിക്കേറ്റത് ഒറ്റപ്പാലം വിദ്യാധിരാജ ITIയിലെ വിദ്യാർത്ഥി സാജന്. ക്ലാസ് റൂമിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് FIR. പ്രതി കിഷോർ കസ്റ്റഡിയിൽ. സംഭവം 2 ആഴ്ച മുൻപ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുത്തു. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്ന മൊഴി. വിദേശത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും റഹീം. കോഴിക്കോട് നവവധു ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണൻ. വിവാഹം കഴിഞ്ഞിട്ട് 26 ദിവസം. സമഗ്രാന്വേഷണം വേണമെന്ന് കുടുംബം. വിവാഹത്തിന് ശേഷം അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് അറിയില്ല. കാരണം ശരിക്കും ഇനി ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കാരണം എന്താണെന്ന് ബോധ്യപ്പെടും. പെട്ടെന്ന് പയ്യോളി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് വിദേശത്തുള്ള ഭർത്താവ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി യുവതിയുടെ പരാതി. ൂറുമാറിയ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയതിൽ കേസ്. CPM എടക്കര ഏരിയ സെക്രട്ടറി C രവീന്ദ്രൻ അടക്കം 5 പേർക്കെതിരെ. കേസെടുത്തത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കൺവീനർ സുധീർ പാലത്തറയുടെ പരാതി. എറണാകുളം വടക്കൻ പറവൂരിൽ ആന ഇടഞ്ഞു. 12 കിലോമീറ്ററോളം ആന നടന്നു നീങ്ങി. പോലീസും എലഫന്റ് സ്ക്വാഡും എത്തി ആനയെ തളച്ചു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് നേരെ. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലുണ്ടായ ഹിമപാതത്തിൽ 4 മരണം. 50 പേരെ രക്ഷപ്പെടുത്തി. 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനം തുടർന്ന് NDRF സംഘം. Millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വൈറ്റ് ഹൌസിൽ നാടകീയ സംഭവങ്ങൾ. ഇരു നേതാക്കളും തമ്മിൽ വാക്കേറ്റം. 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന ട്രംപിന്റെ ചോദ്യം. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളി സെലൻസ്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ശ്വസന തടസ്സമുണ്ടായില്ലെന്ന് വത്തിക്കാൻ. ആരോഗ്യനില നിയന്ത്രണ വിധേയം. മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം 14. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ കിരീട പ്രതീക്ഷ മങ്ങുന്നു. 6 വിക്കറ്റ് ശേഷിക്കെ വിദർഭയ്ക്ക് 286 റൺസ് ലീഡ്. മികച്ച പ്രകടനം പുറത്തെടുത്ത് ഡാനിഷ് മലയവാർ. കരുൺ നായർ കൂട്ടുകെട്ട്. കരുൺ നായർ സെഞ്ചുറിയും ഡാനിഷ് മലയവാർ അർദ്ധ സെഞ്ചുറിയും നേടി.